സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജ്യോതിർ ഘോഷാണ്. സർ നമസ്കാരം. സർ, മന്ത്രിസഭ കേരളത്തിന്റെ പുതിയ മന്ത്രിസഭ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തു. വകുപ്പുകളൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല. ചർച്ചകൾ ദ്രുതഗതിയിലാണ്. സർ, എന്തായാലും ധനകാര്യ വകുപ്പ് അദ്ദേഹം തന്നെ നോക്കും, വി ഡി സതീശൻ തന്നെ നോക്കും എന്ന് പറയുമ്പോൾ സർ, കേരളത്തിന്റെ ആകെയുള്ള വരുമാനം എന്നത് ലോട്ടറി കച്ചവടത്തിൽ കൂടെ കിട്ടുന്ന വരുമാനവും രണ്ടാമത് മറ്റൊന്ന് കള്ള് കച്ചവടത്തിൽ കൂടെ കിട്ടുന്ന വരുമാനവും മാത്രമേ ഉള്ളൂ? ഇത് സാമ്പത്തിക വിദഗ്ധനാണോ എന്ന് വി ഡി സതീശനെ കുറിച്ച് നമുക്ക് ഇതുവരെ അറിയില്ല. ഏതായാലും സർ, വി ഡി സതീശനെ പോലെ ജെൻസി തലമുറയ്ക്കൊപ്പം സഞ്ചരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഈ പുതിയ ധനകാര്യ മന്ത്രിക്ക് എന്തെങ്കിലുമൊക്കെ ചില ഉപദേശങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയത്തക്ക രീതിയിൽ ഒന്ന് സംസാരിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഇതിനകത്തൊരു സൂചന നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ സൂചന വളരെയധികം പ്രതീക്ഷ നൽകുന്നു. ഒന്ന്, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി നേരിട്ട് ധനകാര്യം എടുക്കുന്നത്. ആ ധനകാര്യം എടുക്കുന്നതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം തുറമുഖം എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇനിയിപ്പോ ഈ ചർച്ച കഴിയുമ്പോ ഇതൊക്കെ അറിയില്ല അവസ്ഥ എന്താണെന്നുള്ളത്. അതൊരു കണ്ടീഷനിലാണ്. പക്ഷെ എങ്കിലും ഈ രണ്ട് പോർട്ട്ഫോളിയോ, മറ്റു രണ്ട് വേറെ പൊതുഭരണ വകുപ്പ് നിയമവും വേറെ ഉണ്ട്. പക്ഷെ ഇത് രണ്ടും ഏറ്റെടുത്തതിലൂടെ ഒരു കൃത്യമായ ഒരു മെസ്സേജ് കേരള സമൂഹത്തിനും പൊതുവെ നമുക്കും എല്ലാം കിട്ടുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരം. ഒരു ജനങ്ങളുടെ കയ്യിലൊക്കെ കാശുണ്ട്, സർക്കാരിന്റെ കയ്യിൽ കാശില്ല. ഉദാഹരണത്തിന് സർക്കാർ ഉദ്യോഗസ്ഥർ പലരും തന്നെ വൻ മുതലാളിമാരാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ സർക്കാർ ജോലി ചെയ്യുന്ന LD ക്ലാർക്ക് ലെവലിലുള്ള ചില ഉദ്യോഗസ്ഥന്മാര്, ചില ഡിപ്പാർട്ട്മെന്റ്, രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് നമുക്കറിയാം. ഈ അവരൊക്കെ വളരെയധികം സാമ്പത്തികം, അവരൊക്കെ ഈ വലിയ വലിയ ബിസിനസ്സുകാരനൊക്കെയാണ്. അവരുടെയൊക്കെ ബിസിനസ്സുകൾ ഉണ്ട് താനും. റിയൽ എസ്റ്റേറ്റും മറ്റും ഒക്കെ നടത്തുന്ന സർക്കാർ ഉദ്യോഗസ്ഥന് തന്നെ ഈ സർക്കാർ ഉദ്യോഗം വെച്ചുകൊണ്ട് ഒരു പാരലൽ എക്കോണമി തന്നെ റൺ ചെയ്യുന്നു. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഭാര്യയും ഭർത്താവും ഒക്കെ വന്നിട്ട് ഏതെങ്കിലും ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് ഈസി മണി 2 മാസം കൊണ്ട് ഇരട്ടി തുകയുടെ നിക്ഷേപത്തിന്റെ ഇരട്ടി വരുമാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 1-2 വ്യക്തികളാണ് വന്ന് തട്ടിപ്പ് നടത്തിയിട്ട് ആൾക്കാരുടെ 3000-4000 കോടിയൊക്കെയാണ് തട്ടിക്കൊണ്ട് പോകുന്നത്. ഇപ്പം പകുതി വിലയ്ക്ക് സ്കൂട്ടർ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തന്ത്രങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ജനങ്ങളുടെ കയ്യിൽ കാശുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ സർക്കാരിന്റെ കയ്യിൽ കാശില്ല. ഇതാണ് അവസ്ഥ. അപ്പോ സർക്കാർ വിചാരിച്ചെങ്കിൽ മാത്രമേ ഈ സംസ്ഥാനത്തിന്റെ പൊതു കാര്യങ്ങളും അവസ്ഥകൾ ജനങ്ങളുടെ ജീവിതത്തിന് ക്ഷേമം ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ ഈ പറയുമ്പോൾ ഈ സാമ്പത്തികമായിട്ട് ശേഷി അല്ലെങ്കിൽ ഈ അനധികൃതമായ പണം വന്ന് കൂട്ടുന്ന ആൾക്കാർ, ഗൾഫ് മണി, റെമിറ്റൻസ് ഉണ്ട്. നമ്മുടെ ഏറ്റവും വലിയ കേരളത്തിനെ മാറ്റിമറിച്ച സംഗതി നമ്മുടെ ഈ ഗൾഫ് മണിയാണ്. ഗൾഫും അമേരിക്കയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള വിദേശത്തു നിന്നുള്ള റെമിറ്റൻസ് ആണ് നമ്മുടെ കേരളത്തെ ഇന്ന് ഈ കാണുന്ന രീതിയിലൊക്കെ മാറ്റിമറിക്കുകയും കേരളം മുഴുവൻ ബംഗ്ലാവുകളുടെ കാടായി മാറുകയും ചെയ്തത് അങ്ങനെയാണ്. പിന്നെ വേറൊരു വിഭാഗമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം. അത് നമ്മൾ ഇന്ന് കാണാതെ പോകുന്ന ഒരു വലിയ കാഴ്ചയാണ്. കാരണം ഇന്ന് ഈ കുടുംബശ്രീകൾ എന്തുകൊണ്ടാണ് ഇത്ര ശക്തമാകുന്നതെന്നറിയാമോ? കാരണം കുടുംബശ്രീകൾ ഇത്രയധികം ശക്തമാകാൻ കാരണം സ്ത്രീകൾ കേരളത്തിലെ ഈ ജീവിതം മാറുന്നത് എല്ലാവരും കാണുന്നു. അവരുടെ കുട്ടികളെ നന്നായിട്ട് പഠിപ്പിച്ച അവർക്കും അവരുടെ മക്കളെയും ഈ പറഞ്ഞതുപോലെ നല്ല ഉന്നതമായ അവസ്ഥകളിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീകൾക്ക് ഭയങ്കര ആഗ്രഹം. പക്ഷെ ആണുങ്ങളാണെങ്കിലോ ഈ നല്ലൊരു ശതമാനം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്ന ആൾക്കാരുള്ള സംസ്ഥാനമാണ് കേരളം. ഇപ്പൊ മയക്കുമരുന്നുമായിട്ടുണ്ട്. അപ്പോ ഈ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ ഈ സ്ത്രീകളിലേക്ക് ഒന്ന് വീഴുകയാണ് ചെയ്യുന്നത്. അത് വിശേഷിച്ചും ഈ മിഡിൽ ക്ലാസ്സിന് താഴെയുള്ള നമ്മളിപ്പോ ഈ ലോവർ ക്ലാസ് എന്ന് പറയാൻ പറ്റത്തില്ല കേരളത്തിലെ ജനങ്ങളെ. കാരണം എന്ന് വെച്ചാല് മിക്കവാറും എല്ലാവരും എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ജീവിത രീതിയിലേക്ക് പോയി. അപ്പൊ അതിനകത്ത് മിക്ക വീടുകളിലും ഒരു ചെറിയ 2 വീലറെങ്കിലും വാഹനം ഉണ്ടാവും, TV ഉണ്ടാവും, പിന്നെ വിസിറ്റേഴ്സ് റൂം ഉണ്ടാവും, അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് മാറി. അപ്പൊ ചെലവ് വളരെ കൂടുതലാണ്. പിന്നെ അഭിമാനത്തിന്റെ പ്രശ്നമുണ്ട്. തങ്ങളുടെ ജീവിതം, തങ്ങളുടെ കുട്ടികൾ ഇന്ന ആളാക്കി ഒരു എഞ്ചിനീയർ ആക്കണം അല്ലെങ്കിൽ ഡോക്ടർ ആക്കണം എന്നൊക്കെ ചിന്തിക്കുന്നത് തന്നെ
ഈ തീർച്ചയായും. സാധാരണ മനുഷ്യരാണ്. അവർക്ക് തീർച്ചയായും. ഇന്നാരെക്കാട്ടി നല്ല മക്കളായിട്ട് എന്റെ മക്കളെ വളർത്തണം. നമ്മുടെ ബുദ്ധിമുട്ട് അറിയരുത്. പിന്നെ നല്ല വേഷം ധരിക്കണം. ഇതൊക്കെ ഈ കുടുംബശ്രീയിൽ വരുന്ന സ്ത്രീകളുടെയും കൂടെ ആവശ്യം കൂടെയാണ്. അപ്പൊ ഇങ്ങനെ തീർച്ചയായിട്ടും. ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കണം. വിദ്യാർത്ഥികളുടെ പൈസയ്ക്ക് പണത്തിന് ചെലവ് വരുന്നുണ്ട്. അപ്പൊ ഇത് അതെ. ഈ വരുമാനം കണ്ടെത്താൻ മാർഗമില്ലാത്തതാണ് ഇവര് കിടന്ന് എല്ലാ പണികളും ചെയ്ത് വളരെ ലോൺ എടുത്ത് ചെറിയ ചെറിയ മൈക്രോ ലോണുകളും മറ്റേതും ഒക്കെ എടുത്തിട്ടാണ് ഇതെല്ലാം നിർവഹിക്കുന്നത്. ഇതിന്റെ അതെ. കൂട്ടത്തിൽ വീട്ടിലുള്ള ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ കിട്ടുന്ന കാശ് മുഴുവൻ മദ്യപിച്ച് കളയുകയും ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും. ഇങ്ങനെ ഒരു വലിയൊരു വിഭാഗമുണ്ട്. നമ്മുടെ കൊച്ചി നഗരത്തില് ഈ അതെ. കടകളിലേക്ക് വന്ന് നോക്കിയാൽ മതി. 6000, 7000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന പെൺകുട്ടികളുടെയും നിരവധി കല്യാണം കഴിച്ച സ്ത്രീകളുണ്ട്. കുട്ടികളുടെയും തീർച്ചയായിട്ടും സർ. സ്ത്രീകളുണ്ട്. ആ കാഴ്ച നമ്മൾ നിത്യം കണ്ടിട്ടുണ്ട്. മൊബൈൽ ഉം. ഫോൺ, വൃത്തിയുള്ള ഉം. വേഷം, ഇതെല്ലാം ഉം. മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അതെല്ലാം തീർച്ചയായിട്ടും. ഈ ലോണിനകത്ത് ഇങ്ങനെ ഈ ഞെരുങ്ങിയാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും. അത്തരം തീർച്ചയായിട്ടും. ഒരു വിഭാഗമാണ് ഈ കേരളത്തിന്റെ ഗവൺമെന്റിന്റെ ഈ കെടുകാര്യസ്ഥതയില് അല്ലെങ്കിൽ ധനമില്ലായ്മയിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. അവർക്കൊരു ന്യായമായ ജോലി കിട്ടുന്നില്ല. പിന്നെ ഒരു ജോലിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടുന്നില്ല. കിട്ടുന്ന വിദ്യാഭ്യാസം മറ്റുള്ളവരുമായിട്ട് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പണം ഉള്ളവരുടെ മക്കളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല. അപ്പൊ അങ്ങനെ അവർക്ക് ജോലി കിട്ടുന്നില്ല, അവർക്ക് ഫ്രസ്ട്രേഷൻ വരുന്നു, മയക്കുമരുന്ന്, ഇങ്ങനെ പല പല സാധനങ്ങളിലേക്ക് പോവാണ്. ഇതൊരു സാമൂഹിക വിഷയമാണ് കേരളത്തിന്റെ ഈ സർക്കാരിന്റെ സമ്പത്തില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത്. അത് കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകളാണ്. ഇപ്പൊ അതെ. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതോടുകൂടി നമ്മളൊരു കേരള മോഡൽ കൊണ്ട് ഈ കേരള മോഡലിനകത്ത് സോഷ്യലിസമാണ് അവർ വെച്ചിരുന്നത്. അതായത് ഡോക്ടർ KN രാജ്, നമ്മുടെ CDSന്റെ സ്ഥാപകനും പിന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ അതിന്റെ ആമുഖം എഴുതിയൊക്കെ ചെയ്ത നെഹ്റുവിന്റെ വിശ്വസ്തനായ 26-ാം വയസ്സിലാണ് അതിന് ആമുഖം എഴുതിയ ഡോക്ടർ KN രാജ്. അദ്ദേഹം പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഒക്കെ ആയിരുന്നു. അദ്ദേഹമാണ് CDS സ്ഥാപിച്ചത്. അദ്ദേഹത്തിനോട് ഇതിനകത്ത് പങ്കുണ്ട്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇതെല്ലാം ഒരു പടിഞ്ഞാറൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ രീതിയിലാണ് കേരളത്തെയും സമീപിച്ചത്. അങ്ങനെയാണ് ഈ കേരള മോഡൽ വരുന്നത്. പിന്നെ അവരെ ബാധിക്കുന്ന സോഷ്യലിസം ഉള്ളത് വിധിച്ചുകൊടുക്കുക. അവസാനം ഡോക്ടർ KN രാജ് തന്നെ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാർക്ക് അപ്പം വീതിക്കാനേ അറിയാവൂ, അപ്പം ഉണ്ടാക്കാൻ അറിയില്ല. ഇതാണ് കേരളം നേരിടുന്ന പ്രശ്നം. ഇന്ന് നമ്മൾ കേരള മോഡൽ കൊണ്ട് നേരിടുന്ന പ്രശ്നമാണ്. നമ്മൾ ഈ അപ്പം ഇങ്ങനെ വീതിച്ച് അതേ സമയത്ത് ഈ കേരളം എന്ന് പറയുന്നത് പൊന്മുട്ട ഇടുന്ന താറാവാണ്. ആ അതെ. താറാവിനെ കൊണ്ട് ഒരു മുട്ട, സ്വർണ്ണമുട്ട എടുത്ത് അത് വീതിച്ച് ഇപ്പൊ എന്ത് പറ്റി? ഈ വീതിച്ച ഒരു വീതം വെക്കാതെ അടിച്ചു മാറ്റുന്ന പരിപാടിയിലേക്ക് വന്നു. അതെ. അതെ. അതുകൊണ്ടാണ് അതെ. പിണറായി വിജയൻ സർക്കാർ വീട്ടിൽ പോയിരിക്കേണ്ടി വന്നത്. അപ്പൊ തീർച്ചയായിട്ടും. അവർ തീർച്ചയായിട്ടും. വീതിക്കുന്നതുമില്ല, അപ്പം വീതിക്കുന്നതുമില്ല. ഉം. അപ്പം വാരിയെടുക്കാനുള്ള ഉള്ളത്, കാരണം വീതിക്കാനില്ല. അപ്പൊ അതെ. എവിടെയെല്ലാം അപ്പം കിട്ടും അത് വാരിയെടുക്കുക എന്നുള്ളതിലേക്ക് മാറി. അപ്പൊ ഇതാണ് ഈ കേരളത്തിലുണ്ടായ പ്രശ്നം. ഇതുവരെ നമ്മൾ അപ്പം ഉണ്ടാക്കിയിട്ടില്ല എന്നാണ്. അപ്പം ഉണ്ടാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പൊന്മുട്ട ഇടുന്ന താറാവാണ് കേരളം. തീർച്ചയായിട്ടും. ഒരു സംശയമില്ല. ഇതിപ്പോ ലോകരാജ്യങ്ങൾ നേരിടുന്ന വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് വെള്ളമാണ്. ഉം. പിന്നെ ഫലഭൂയിഷ്ഠത. നമ്മൾ എന്തുകൊണ്ടാണ് കേരളത്തില് പട്ടിണി വളരെ ഗുരുതരമായിട്ടുണ്ട്. ഉം. പണ്ട് പിന്നെ ഈ 19-ാം നൂറ്റാണ്ടിലും അല്ലെ നമ്മുടെ ചരിത്രമൊക്കെ എടുത്തൊക്കെ പട്ടിണി വളരെ കാരണം സാമൂഹിക ജീർണതയാണ് അത്തരം അവസ്ഥയിലേക്ക് കൊണ്ടുപോയിച്ചത്. പക്ഷേ ഉം. കേരളത്തിലെ പട്ടിണി മരണങ്ങൾ വിരളമായി. ഉം. കാരണം എന്താണ്? നിസ്സാരമായ 6 മാസം കൊണ്ടാണ് തിരുവിതാംകൂർ രാജാവ് മരച്ചീനി വരുത്തിയിട്ട് പട്ടിണി മാറ്റിയത്. അതെ. അതെ. ഒരു ഒരു അതെ. ഒരു ഒരു ജനതയുടെ കേട്ടിട്ടുണ്ട് സർ. വിശപ്പിന്റെ പരിഹാരം കേട്ടിട്ടുണ്ട്. മാറ്റിയത് 6 ഉം. മാസം ഉം. കൊണ്ടാണ് ഉം. മരച്ചീനി നട്ടിട്ട്. ഉം. ഉം. എന്തുകൊണ്ടാണ് അത് ഉം. സംഭവിച്ചത്? ഇവിടുത്തെ ഉം. ഫലഭൂയിഷ്ഠതയാണ്, അതെ കേരള സർ. മണ്ണിന്റെ. ഇപ്പൊ സാറ് പറയുന്നത് അപ്പൊ കാലാവസ്ഥയെ കുറിച്ചാണ്. നമ്മുടെ കാലാവസ്ഥ ഏറ്റവും നല്ല കാലാവസ്ഥ അല്ലേ? ഉം. ഉം. കേരളം എന്ന് പറയുന്നത് പ്രത്യേക ഒരു യൂണിറ്റ് ആണ്, ഉം. ഇന്ത്യയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട്. അപ്പൊ ഉം. ഇവിടെ ഉം. ഇപ്പൊ ഇവിടെ ഈ പട്ടിണി ഉണ്ടായിരുന്ന കാലത്ത് പട്ടിണി മരണം ഉണ്ടാകാതിരിക്കാൻ കാരണം ഉം. ഏതെങ്കിലും ഒരു ചെടി വലിച്ചു പൊക്കി കഴിഞ്ഞാൽ കിഴങ്ങ് കിട്ടും. അതല്ലെങ്കിൽ ഉം. ഉടുത്തിരിക്കുന്ന പുറത്തെടുത്ത് കുളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ കോരിക്കഴിഞ്ഞാൽ മീൻ കിട്ടും. അപ്പം അതെ. പോഷക ഗുണമുള്ള ആഹാരം കഴിച്ചെങ്കിലും പട്ടിണിയായിട്ടെങ്കിലും ജീവിച്ചതുകൊണ്ടാണ്. അപ്പൊ അത്രയും മനസ്സിലായി. സാധ്യതകളുടെ ഒരു രാജ്യമാണ് ഈ കേരളം. അതോടൊപ്പം തന്നെ വിജ്ഞാനത്തിന്റെ അങ്ങേയറ്റം. അതെ. അതായത് പാശ്ചാത്യ ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയുണ്ട്. ഇപ്പൊ ഉം. എഐയുടെ ഉം. മുമ്പില് ആ അതെ. എഐയും കടന്നുള്ള ശാസ്ത്രബോധം ഉണ്ടായിരുന്ന, ആ ശാസ്ത്രത്തിന്റെ ബോധത്തിൽ ജീവിച്ച ഒരു സമൂഹം ഉണ്ടായിരുന്ന പ്രദേശമാണ് കേരളം എന്ന് പറയുന്നത്.
അപ്പൊ തീർച്ചയായിട്ടും, ആ തീർച്ചയായിട്ടും. ശാസ്ത്രജ്ഞന്റെ ജ്ഞാനം നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ചിതറിക്കിടക്കുകയാണ്, നമ്മൾ കണ്ടെത്തുന്നില്ല. അപ്പൊ അതെ. ഇത് കണ്ടെത്തിയിട്ട് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഒരു വിസ്ഡം ടൂറിസത്തിന്റെ സെന്റർ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ലോകം അതെ. മുഴുവൻ ഇവിടെ എത്തിപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും. അതേപോലെ തന്നെ ഫലഭൂയിഷ്ഠത. നമ്മുടെ നോർവേയുടെ വിസ്തീർണം എന്ന് പറയുന്നത്, നോർവേ അല്ല, നെതർലാൻഡ്സിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് ഉം. 41,800 ശിഷ്ടം സ്ക്വയർ കിലോമീറ്റർ ആണ്. ഉം. കേരളത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 38,863 സ്ക്വയർ മൈൽസ് ആണ്, ഉം. സ്ക്വയർ കിലോമീറ്റർ ആണ്. വെറും ഉം. 2000 ശിഷ്ടം കിലോമീറ്റർ, പിന്നെ സ്ക്വയർ കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ നെതർലാൻഡ്സും കേരളവും തമ്മിൽ. ഉം. ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ വെജിറ്റബിൾ എക്സ്പോർട്ടർ ആണ് നെതർലാൻഡ്സ്. അവര് ഉം. സാങ്കേതിക വിദ്യ എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്, പ്രകൃതിയില്ല. ഉം. ഉം. മറിച്ച് നമുക്കിവിടെ സാങ്കേതിക വിദ്യയുടെ ചെറിയൊരു സഹായം തേടുകയാണെങ്കിൽ ഉം. അമേരിക്കയെക്കാൾ വലിയ വെജിറ്റബിൾ എക്സ്പോർട്ടറായിട്ടും കേരളത്തിനെ മാറ്റാൻ കഴിയും. നമ്മളിന്ന്, മനസ്സിലായി. കാരണം ഇന്ന് ടെക്നോളജി ഉണ്ട്. ഇന്നിപ്പോ എന്റെ ആണെങ്കിലും അയ്യപ്പദാസിന്റെ ആണെങ്കിലും വീട്ടിൽ 2 സെന്റ് സ്ഥലം ഒഴിഞ്ഞു കിടപ്പുണ്ട്. ആ സ്ഥലം ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല. അത് നമ്മുടെ ഇവിടെ ഏറ്റവും വലിയ ഉൽപാദനം നമുക്ക് തരുന്ന സ്ഥലമാണ്. അവിടെ എങ്ങനെ അവിടെ നിന്ന് ഉൽപാദനം ഉണ്ടാക്കാം? അവിടെ ഏത് തീർച്ചയായിട്ടും, രീതിയിലുള്ള തീർച്ചയായിട്ടും. ഉൽപാദനം ഉണ്ടാക്കാം? സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുതിയ ക്രിയേറ്റീവ് ഐഡിയാസ് വേണം, സർഗാത്മകമായ ആശയങ്ങൾ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ മാത്രമേ ഇത് നമുക്ക് ഈ നമ്മുടെ അപ്പോ റിസോഴ്സസിനെ സാർ, ഉപയോഗിക്കാൻ ഞാൻ പറ്റും. ഇടയ്ക്ക് ഞാൻ ഒന്ന് ഇടപെടുകയാണ് സാർ. സാർ പറഞ്ഞ ഒരു കാര്യം ടൂറിസം. ഈ ടൂറിസം ആ, മേഖലയില് ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കാൻ ഒരു ശ്രമം നടത്തി. അത് എങ്ങും എത്തിയതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇപ്പോ ഹോം സ്റ്റേ വഴി വരുമാനം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഹോം സ്റ്റേ ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ 2 സാർ തുടക്കത്തിൽ സംസാരിച്ച മധ്യവർഗ്ഗങ്ങളിൽ ഈ കുടുംബിനികൾ ജോലിക്ക് പോകുന്നു. ഭർത്താക്കന്മാര് കള്ള് കുടിച്ച് ഈ കള്ള് വരുമാനം, ലോട്ടറി വരുമാനം. ഈ ലോട്ടറി ശരിക്കും ഒരു ഗാംബ്ലിംഗ് പോലെയാണ്. സാർ, ഇതൊന്നും അല്ലാതെ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ സാർ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആരോഗ്യരംഗത്ത് ഹോസ്പിറ്റലൊക്കെ തന്നെ ഏറ്റവും നല്ല നിലവാരമുള്ളതാണ്. അപ്പൊ ഗവൺമെന്റ്, പ്രത്യേകിച്ച് വി.ഡി. സതീശനെ പോലെയുള്ള ഒരു ധനകാര്യമന്ത്രിക്ക് ഇതൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരേണ്ടതല്ലേ? അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ രീതികളൊക്കെ മാറ്റണം. നമ്മൾ ഹോസ്പിറ്റൽ രംഗത്തില് നമ്മള് ഇപ്പൊ നമ്മൾ ആരോഗ്യ രംഗം എന്ന് പറഞ്ഞ ആശുപത്രികളെയാണ് ഓർമ്മിക്കുന്നത്. ഒരിക്കലും ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഒരു ആശുപത്രിയുടെ ചിത്രം നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. ഉം. ആരോഗ്യം എന്ന് പറയുമ്പോൾ ആരോഗ്യമുള്ള മനസ്സിൽ രോഗത്തെ കുറിച്ചുള്ള ചിന്ത തന്നെ ഉണ്ടാവില്ല. ഇത് മനസ്സിലായി. നമ്മുടെ ഈ ചികിത്സാ രംഗമാണ്, ആരോഗ്യ രംഗമല്ലത്. അത്രയും മനസ്സിലായി. വലിയ നമ്പർ വൺ ഇന്ന് ചികിത്സാ രംഗത്ത് ഇന്ത്യയിലെ നമ്പർ 1 സ്ഥലമായിട്ട് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ആ. അത്രയധികം രോഗികളുള്ള സ്ഥലമാണ് കേരളം. മനസ്സിലായി. അനാരോഗ്യത്തിൽ ഒന്നാമത് നിൽക്കുന്ന സ്ഥലമാണ് കേരളം. ഈ അതെ, അനാരോഗ്യത്തിൽ അതെ. ഒന്നാമത് നിൽക്കുന്നത് മാനസികമായ ആരോഗ്യമില്ലായ്മ. 2, അത് മനസ്സിലായി. ശാരീരികമായ ആരോഗ്യമില്ലായ്മയെ തെളിയുന്നു, ഇത് മനസ്സിലായി. പ്രതിഫലിക്കുന്നു. അതെ. ചൂതാട്ടം മനുഷ്യനെ മാനസികമായി തകർക്കുന്നു. അതെ. മദ്യപാനം മനുഷ്യനെ ആരോഗ്യം നശിപ്പിക്കുന്നു. അതെ. ഈ ആരോഗ്യത്തിൽ നിന്നും ഈ മദ്യത്തിൽ നിന്നും ഈ ചൂതാട്ടത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ ലോട്ടറിയിൽ നിന്നും കിട്ടുന്ന കാശിന്റെ ഇരട്ടിയാണ് നമ്മൾ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി, ഈ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത്, അതെ. അതെ. ആശുപത്രിക്ക് മറ്റു വേണ്ടി. അതെ അപ്പൊ സാർ. കറക്റ്റ്. അവിടെയൊക്കെയാണ് പുതിയ കാഴ്ചപ്പാട് വേണം. നമുക്ക് ഉദാഹരണത്തിന് എയിംസിന് വേണ്ടി നമ്മൾ മുറവിളി കൂട്ടുന്നു. എന്തുകൊണ്ട് അതെ. നമ്മൾ എല്ലാ ജില്ലകളിലും ഈ എയിംസിന് പകരം സാങ്കേതിക വിദ്യകൾ സാധ്യമായിട്ടുള്ള കൾച്ചറൽ സെന്ററും വർക്കിംഗ് സ്റ്റേഷനും ഉൾപ്പെടെയുള്ള വലിയ സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കിക്കൂടാ? മനസ്സിലായി. സിന്തറ്റിക് ട്രാക്കുകളുള്ള. ഇപ്പൊ മനസ്സിലായി. ഉദാഹരണത്തിന് എല്ലാ ജില്ലകളിലും ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിക്കൂടാ? അവിടെ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ തീവ്രവാദവും മറ്റു പ്രശ്നങ്ങളും മയക്കുമരുന്നും ഒന്നും നമുക്കൊരു ഭീഷണിയാവില്ല. കാര്യം തീർച്ചയായിട്ടും. അവര് അല്ല സാർ, നമ്മുടെ യുവതലമുറയെ കായിക രംഗത്തേക്ക്, അവരുടെ ചിന്തകൾ കായിക രംഗത്തേക്കൊക്കെ തിരിച്ചു വിട്ടാൽ അവർക്ക് മറ്റു മയക്കുമരുന്നിലേക്കൊന്നും ചിന്ത വരില്ല. അതെ, അതെ സാർ. അതെ. പിന്നെ കറക്റ്റ്. നമ്മളെ ഇവിടെ ഉം. കിടക്കുന്ന ഈ ഒരുപാട് ഉം. വിജ്ഞാന കേന്ദ്രങ്ങളുണ്ട്. അത് നമുക്ക് മനസ്സിലായി. ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും അതിന് വിദ്യാഭ്യാസമല്ല പ്രശ്നം. ഇന്ന് നമ്മുടെ മനസ്സിലായി. പലരുടെ കയ്യിൽ ഒരുപാട് അപൂർവ മൂല്യങ്ങൾ, മൂല്യവത്തായിട്ടുള്ള ഒരുപാട് വിജ്ഞാന ശേഖരങ്ങളുണ്ട്. അത് ലോകത്തിന് മുഴുവൻ ഇന്ന് അനായാസമായിട്ട് നമുക്ക് വിപണനം ചെയ്യാം. മനസ്സിലായി. പിന്നെ നമ്മുടെ ഔഷധ ആ. സസ്യങ്ങൾ, നമ്മുടെ അതെ സാർ. ആയുർവേദം. ആയുർവേദം, ഉം. ഉം. ആ ഇന്ന് ഉം. തുടങ്ങി നമ്മളുടെ സർവീസ് മേഖല, നമ്മൾ ഇന്ന് ഭാഷ പോലും പ്രശ്നമില്ല. ഇന്ന് മലയാളത്തില് ഇന്ന് നമ്മളുടെ ഒരു ഒരു വലിയ മാറാരോഗമുള്ള ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഒരു ആയുർവേദ ചികിത്സയോ അല്ലെങ്കിൽ ഒരു പച്ചമരുന്ന് ചികിത്സയോ അല്ലെങ്കിൽ നാടൻ ചികിത്സയോ എന്ത് തന്നെ ആയിക്കോട്ടെ, പ്രകൃതി ചികിത്സ, ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ വിജ്ഞാന ശേഖരങ്ങളാണ്. അത് അതെ. കാലിഫോർണിയയിലെ ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഭാഷ സംസാരിച്ചാൽ മതി, അയാൾക്ക് മനസ്സിലാവും.
അപ്പൊ തീർച്ചയായിട്ടും. അത്രയും സാധ്യതകൾ സാങ്കേതിക വിദ്യ തുറന്നു തന്നിരിക്കുന്നു. അത് എല്ലാ മേഖലകളിലും ഉണ്ട്. അതിന് നമുക്ക് ഇഷ്ടം പോലെ വെള്ളം, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇത് ബുദ്ധിമുട്ടുന്നത് വെള്ളത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ വെള്ളം വെറുതെ കളയുന്നു, ഉള്ള വെള്ളത്തിനെ മലിനമാക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും. എങ്ങനെ നിലവിലുള്ള വെള്ളത്തിനെ നമുക്ക് ആ മാലിന്യാവസ്ഥയിൽ നിന്ന് മുക്തമാക്കാം? അങ്ങനെ വരുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ആരോഗ്യ രംഗത്ത് ആരോഗ്യം വരുന്നത്. കുടിവെള്ളം ശുദ്ധമാവുകയാണെങ്കിൽ നമുക്ക് ഈ മെഡിക്കൽ കോളേജിൽ ചെലവഴിക്കുന്ന ഫണ്ടിന്റെ എത്രയോ നമുക്ക് ലാഭിക്കാൻ കഴിയും. അപ്പൊ ഈ തീർച്ചയായിട്ടും. രീതിയിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഈ അപ്പം ഉണ്ടാക്കാനായിട്ടുള്ള അപ്പം വീതിക്കുന്നതിന് പകരം അപ്പം എങ്ങനെ ഉണ്ടാക്കാം, ആ അപ്പം ഉണ്ടാക്കുന്ന പ്രക്രിയയിൽ ഈ വളരെ സർഗശേഷിയുള്ള മലയാളികളെ മുഴുവൻ എങ്ങനെ പങ്കാളികളാക്കാം, ഈ രണ്ട് ചിന്ത വരികയും അതോടൊപ്പം തന്നെ ഏത് വികസനവും കേരളത്തിലെ കുടിവെള്ളം അഴുക്കാക്കാത്തതായിരിക്കും എന്ന ഒരൊറ്റ വീക്ഷണവും ഉണ്ടെങ്കിൽ കേരളം ലോകത്തിൽ തന്നെ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറും. സമ്പത്ത് നമുക്ക് വേണമെങ്കിൽ കുമിഞ്ഞുകൂടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു കാഴ്ചപ്പാട് മാത്രം മതി. എനിക്ക് തോന്നുന്നു അപ്പോ സതീശൻ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന്റെ പേരിലായിരിക്കണം സർ, അദ്ദേഹം അവിടെയാണ് സർ സതീശൻ എന്ന് പറയുന്ന പുതിയ ഫിനാൻസ് മന്ത്രിയിൽ നമ്മൾ പ്രതീക്ഷ വെക്കുന്നത്. സർ, ഒന്നുകൂടെ നമുക്കിവിടെ പറയാതെ പോകാൻ കഴിയില്ല. എം പി രാജേഷ് എന്ന് പറയുന്ന ഒരു വേള ഇടത് പ്രസ്ഥാനത്തില് ആൾക്കാരെ പിന്നെ യുവാക്കളെ കൂടെ നിർത്തിയ ഒരു യുവ നേതാവായിരുന്നു ശ്രീ എം പി രാജേഷ്. അദ്ദേഹം കള്ള് ഉണ്ടാക്കി കള്ളിന് പേര് പറയൂ എന്ന് പറഞ്ഞ ഒരു മന്ത്രിയായി കള്ളിലൂടെ വരുമാനം ഉണ്ടാക്കാൻ എങ്ങനെയെന്ന് റിസർച്ച് നടത്തിയ ഒരു യുവ നേതാവിനെ കൊണ്ട് അദ്ദേഹം തോറ്റ് ഇപ്പോ രാഷ്ട്രീയ രംഗത്ത് ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനിൽ തോറ്റു. സർ, നമുക്ക് പ്രതീക്ഷ എം പി രാജേഷ് എന്തായാലും അങ്ങനെ പെരുമാറി. വി ഡി സതീശൻ സാറി പറഞ്ഞ പോലെ എങ്ങനെ നമുക്ക് നമ്മളിൽ ഉള്ളത് വെച്ച് വരുമാനം ഉണ്ടാക്കാം എന്നത് ചിന്തിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം, അല്ലേ സർ? വരുമാനമല്ല, ക്രിയേറ്റീവ് ആണ്, ക്രിയേറ്റീവ്. സർഗാത്മകമാണ്. അതെ. ഒരു വ്യക്തിക്ക് ഇപ്പൊ ഞാൻ ഒരു കാര്യം വെറുതായിട്ട് മനസ്സിലാക്കുക. ഇന്നിപ്പോ നമ്മുടെ ലോകത്തെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത് വെറും നമ്മുടെ ഈ 10 വിരലിൽ എണ്ണാൻ കഴിയുന്ന യുവാക്കളോ അല്ലെങ്കിൽ മധ്യവയസ്കരായ ആൾക്കാരാണ്. ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. സുന്ദർ പിച്ചൈ, സത്യാനന്ദല്ല, ഇങ്ങനെ അതെല്ലാം ഭൂരിഭാഗം ആൾക്കാരും ഇന്ത്യൻസും ആണ്. ഇതെല്ലാം ഒരു വ്യക്തികളാണ്. വെറും 8 10 വ്യക്തികളാണ് ലോകത്തെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിനേക്കാൾ ശേഷിയുള്ള വ്യക്തികളുള്ള സ്ഥലമാണ് ഈ കേരളം എന്ന് പറയുന്നത്. അതിനേക്കാൾ ശേഷിയുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് പറ്റി, ഈ കഴിഞ്ഞ 8 പതിറ്റാണ്ടായിട്ട് നമ്മൾ ഈ കമ്മ്യൂണിസത്തിന്റെ അകത്ത് വന്നിട്ട് നമ്മൾ തകർന്ന് തരിപ്പണമായിപ്പോയി. ചിന്താശേഷി ഇല്ലാതായിപ്പോയി. പരിമിത ചിന്തകരായിപ്പോയി നമ്മൾ. എല്ലാത്തിനും വിപരീതാത്മകത നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി. ഇപ്പൊ ഇന്ന് കേരളം നിൽക്കുന്നത് വലിയൊരു ദുരന്തത്തിന്റെ നടുവിലാണ്. ഒരു സ്ത്രീക്കും പുരുഷനും ഒന്നിച്ച് 1 മണിക്കൂർ പോലും ഒന്ന് സംസാരിച്ച് ജീവിക്കാൻ പറ്റുന്ന അവസരം കുടുംബാംഗങ്ങൾ ഇല്ലാതായി വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ കുട്ടികളെ മയക്കുമരുന്നിലേക്കും മദ്യത്തിലേക്കൊക്കെ പോകുന്നത്. അതേപോലെ തന്നെ വ്യക്തികൾ തമ്മിൽ സംഘർഷം, കുടുംബങ്ങൾ തമ്മിൽ സംഘർഷം, വിവാഹമോചനത്തിന് ഏറ്റവും നമ്പർ 1 ആയി വരുന്നു. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ് കേരള സമൂഹം ഈ നമ്മൾ 8 പതിറ്റാണ്ടായിട്ടുള്ള ഒരു സാംസ്കാരിക ഒരു വഴിയിലൂടെ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന ഈ സാംസ്കാരിക നേതാക്കന്മാര്, നായകരെന്ന് പറയുന്നത് അവർക്ക് ശരിക്കും സംസ്കാരം എന്താണെന്ന് അറിയാത്തവരാണ് എന്ന് പറയേണ്ട ഒരു, എന്താ പറയുക, അത് അഹങ്കാരമാണെന്ന് വിചാരിക്കരുത്, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാഴ്ചപ്പാടിലൂടെ ആദ്യം മാറ്റം വന്നിട്ട് അവിടെയാണ് ആ ഒരു വീക്ഷണത്തിലാണ് മാറ്റം വരേണ്ടത്. ആ മാറ്റത്തിന്റെ ഒരു സൂചന, ഒരു മെസ്സേജാണ് സതീശൻ ഈ ധനകാര്യം ഏറ്റെടുത്തത്. അതുപോലെ തന്നെ കേരളത്തെ ഈ ഇൻലാൻഡ് വാട്ടറും മറ്റു കാര്യങ്ങളും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇത് കേരളത്തിന് ഒരു പോർട്ട് സിറ്റി ആക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം തുറമുഖവും ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു സമഗ്ര ചിത്രം വി ഡി സതീശന്റെ മനസ്സിലുണ്ടെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ പാപ്പരായ ഒരു ഖജനാവിനെ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തി, അവിടെയാണ് ഒരു ലീഡറുടെ ക്വാളിറ്റി വരുന്നത്. ആ ഒരു ക്വാളിറ്റി സതീശൻ പ്രകടിപ്പിക്കുമെന്ന് നമുക്ക് കരുതാം.